വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോ പുറത്തുപോയി ഫുഡ് കഴിച്ചാൽ എന്താണെന്നൊരു ആലോചന ഇങ്ങനെ വന്നു. അങ്ങനെ ഞാനും ഏട്ടനും ശ്യാമണനും അപ്പും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ലക്ഷ്മി എഡിബിൾസിൽ വന്നു. വീഡിയോ എടുത്തോണ്ടപ്പോ മുഖം മറിക്കുന്ന ഗൈസ്, പക്ഷെ നമ്മൾ വിടരുത്, അറഞ്ചം പുറഞ്ചം വീഡിയോ എടുത്തോണം. അങ്ങനെ നമ്മൾ ദാണ്ട് അവിടെ കാത്തിരിക്കുകയാണ്. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ നമ്മുടെ ഓർഡർ എടുക്കാനായിട്ട് ആള് വരുന്നേ കാത്ത് നമ്മൾ ഇരിക്കുകയാണ്. ഏട്ടന് പിന്നെ എവിടെ ചെന്നാലും ഇതാണ്, എന്തെങ്കിലും ടൈം കിട്ടിയ അപ്പ ക്രിക്കറ്റിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇങ്ങനെയാണോ ഗൈസ്? ആ ടൈമിലാണെങ്കിൽ എനിക്ക് മുഖം ഒട്ടും വയ്യായിരുന്ന ടൈമായിരുന്നു. ഞാൻ സ്കിൻ ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ചിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുഖം മൊത്തം നീരും ഇങ്ങനെ വലിഞ്ഞ് മുറുകിയൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഐലൈനറും പൊട്ടും കുത്തി ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു നീണ്ട പഠിത്തമായിരുന്നു ഗൈസ്. മെനു കാർഡ് എടുത്ത് എന്ത് വേണം എന്നുള്ളൊരു ധാരണയിൽ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഓർഡർ എടുക്കാൻ ആൾ വരുമ്പം അത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഏട്ടൻ നമ്മുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെയിറ്റർ ചേട്ടൻ വന്ന്, വെയിറ്റർ അല്ല ഓർഡർ ചെയ്യുന്ന ചേട്ടൻ വന്നു. അപ്പൊ നമ്മളിങ്ങനെ എന്തൊക്കെയാ വേണ്ടത്, നമ്മളല്ല ഏട്ടനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എഴുതി വെച്ചത് കാര്യമായി, അല്ലെങ്കിൽ അവിടെ കിടന്ന് തെത്തേ അയനെ. അപ്പൊ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നമ്മുടെ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത് ഗൈസ്. അപ്പൊ പറഞ്ഞു ഫോൺ തിരിച്ചു വെച്ചെടുത്ത കിടില ഫോട്ടോ ആണെന്ന് പറഞ്ഞ് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു വന്നു. അപ്പൊ പിന്നെ നമ്മൾ വെള്ളത്തിന് ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരുന്നു അങ്ങനെ വന്നു ഗൈസ്. ആദ്യം വന്നത് കടായി ചിക്കൻ ആയിരുന്നു. പിന്നെ നമ്മുടെ ബീഫ് കുറുമ വന്നു. പിന്നെന്തായിരുന്നു ബട്ടർ ചിക്കൻ വന്നു. പിന്നെന്തുവായിരുന്നു, ഇതാണ് നമ്മുടെ താരം. ഞാൻ പുതിയതായിട്ട് ഓർഡർ ചെയ്ത സാധനം, ബീഫ് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. ഞാൻ ആദ്യമായിട്ടായിരുന്നു അത് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൂൽ പൊറോട്ട ഉണ്ടായിരുന്നു. നല്ല നൂല് വരുന്ന സാധനമൊക്കെ ആയിരുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഓർഡർ ചെയ്ത സാധനമായിട്ടുള്ള ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ദൈവമേ കിട്ടില്ല സാധനമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹാഫ് പോർഷൻ ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഹാഫ് ആയിരുന്നു, ഫുൾ പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. നല്ലതായിരുന്നു. ഞാൻ ഇങ്ങനെ അറഞ്ചും പുറഞ്ചും ബീഫ് കുറുമയുടെ കൂടെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്ത് പറഞ്ഞാലും പൊറോട്ടയെ കൈവച്ച ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ ഒരു നൂൽ പൊറോട്ടയും കടായി ചിക്കനും കൂടെ കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നാലും എന്റെ മനസ്സ് ഫ്രൈഡ് റൈസിലായിരുന്നു. ഞാൻ പിന്നെയും റൈസ് എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ലെമൺ ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ ദാണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്യാമണിന്റെ അൽഫാം വേണമെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഒരു അൽഫാം ഓർഡർ ചെയ്തു. പിന്നെ എനിക്കൊരു ഷേക്ക് കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാമറയുടെ ഒരു സ്പാനിഷ് ഡിലൈറ്റ് ഓർഡർ ചെയ്തല്ല, അവിടുത്തെ തൊട്ടടുത്ത കട പോലെ തന്നെ ഉണ്ട്, അവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് അതും കഴിച്ചു. ഒരു ഷേക്ക് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. ഭയങ്കര കട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുത്തിയെടുത്ത് എല്ലാവരുടെയും വായി വെച്ച് കൊടുത്തു കേട്ടോ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. എങ്കിലും ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഞാൻ തരത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് തിന്നാണ്. ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്ന് തിന്നാണ് കേട്ടോ. നല്ല കിടില ഐസ്ക്രീം ആയിരുന്നു. കാരണം നല്ല തണുത്ത് നല്ല കട്ടിക്കിരുന്നു. എനിക്ക് അങ്ങനത്തെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ സ്നേഹം കൊണ്ട് ഇന്നാ മനുഷ്യൻ പറഞ്ഞാൽ കുറച്ച് കൊടുത്തപ്പോൾ ഏട്ട വേണ്ടെന്ന് പറഞ്ഞാൽ വായി കുത്തി കയറ്റി വെച്ചിട്ട് തിന്നാൻ പറഞ്ഞു. അല്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ